വലിയ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. അത് നമ്മൾ അങ്ങ് മനസ്സിലാക്കണം. സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അയാളെ. അതിൽ ഇത്രയും അശ്ലീലോട്ടോ അല്ലല്ല, അങ്ങനെ ഒരു ഇത്രയും ഈ രീതിയിലുള്ള സാധനം ഇതിൽ ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കും. ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തയുടെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം. അപ്പോ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ സന്തോഷ് പണ്ഡിറ്റൊക്കെ എന്റെ സന്തോഷ് പണ്ഡിറ്റ് ഉണ്ണി ബാലകൃഷ്ണൻ റിപ്പോർട്ടർ ടിവിയിലെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ചർച്ച എന്ന് വെച്ചാൽ നമ്മുടെ ബോബി ചെമ്മന്നൂരിനെ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഉണ്ണി ബാലകൃഷ്ണൻ കയറി സന്തോഷ് പണ്ഡിറ്റിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചു. അദ്ദേഹത്തിന് കുറച്ച് വട്ടത്തരം കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു എന്നുള്ള രീതിയിൽ സംസാരവും കാര്യങ്ങളൊക്കെ. അത് നിങ്ങൾ ആ വീഡിയോ ഞാൻ വെച്ച് തരാം. സന്തോഷ് പണ്ഡിറ്റ് വെറുതെ വിടുക. പണ്ടത്തെ സന്തോഷ് പണ്ഡിറ്റ് നമ്മളെല്ലാവരും ഇരുന്ന് ട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ആ പുള്ളിക്കാരനൊന്നും അല്ല. പക്ഷേ പണ്ടായാലും ഇപ്പോഴാണെങ്കിലും അദ്ദേഹത്തിന് ഒരുപാട് അറിവും കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഉണ്ണി ബാലകൃഷ്ണൻ വന്നിട്ട് സ്വയം എയറിലായി എന്ന് തന്നെ പറയാം. എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. പിന്നെ അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റ് ഇന്നലെ വന്നിട്ട് വീഡിയോ ഇട്ട് ഉണ്ണിയുടെ അച്ഛനും വിളിക്കേണ്ടവർക്കെല്ലാം നല്ല രീതിയിൽ അയാൾ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ചോദ്യമുണ്ടായോ, ഒരു നിയമ നടപടി ഉണ്ടായോ? ലോട്ടറി ഒന്നും നിങ്ങൾക്ക് അങ്ങനെ നടത്താൻ പറ്റില്ലെന്നേ. പക്ഷേ ഇതൊരു ചാരിറ്റി പ്രവർത്തനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഈ രീതിയിൽ തന്റെ വ്യവസായത്തെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ ഒറ്റയ്ക്ക് അയാൾ ഒരു ബ്രാൻഡായിട്ട് അയാൾക്കെതിരെ വാർത്ത വന്നാലും ഒരു പരിധിക്കപ്പുറം പോവില്ലായിരുന്നു. എന്ന് മാത്രമല്ല, ഈ പ്രാഞ്ചിയേട്ടൻ ആൻഡ് സെയിൻസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതിനകത്ത് അദ്ദേഹം നടത്തുന്ന സ്വർണ്ണക്കടയ്ക്ക് ഒരു പരസ്യം എടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയും, പുതിയ മോഡലുകളൊന്നും വേണ്ട, ഞാൻ തന്നെ മതി, ഞാൻ മോഡലായിട്ട് അങ്ങ് എടുക്കാം എന്ന് പറയും. ഈ രീതിയിൽ എന്തിനാന്നേ ബോബി ചെമ്മണ്ണൂരിന്റെ മറ്റൊരു മോഡൽ? ബോബി ചെമ്മണ്ണൂർ തന്നെ വലിയൊരു ഐക്കണായിരിക്കുന്ന രാമേന്ദ്രന് ശേഷം നമ്മൾ കണ്ട ജ്വല്ലറി മോഡലാണ്. അപ്പൊ ആ അർത്ഥത്തിലൊക്കെ ബോബി ചെമ്മണ്ണൂർ മലയാളികളെ വലിയ രീതിയിൽ പറ്റിച്ചിട്ടുണ്ട്. അത് നമ്മൾ അങ്ങ് മനസ്സിലാക്കണം. സന്തോഷ് പണ്ഡിറ്റ് പോലൊരു കഥാപാത്രം ഉണ്ടായില്ലേ, നമ്മൾ വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞു അയാളെ. അതിൽ ഇത്രയും അശ്ലീലോട്ടോ അല്ലല്ല, അങ്ങനെ ഒരു ഇത്രയും ഈ രീതിയിലുള്ള ആളാണ്. പിന്നെ അയാൾക്ക് ചില എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, ഒരു മാനസികമായിട്ടുള്ള എന്തൊക്കെയോ വിളിച്ചു പറയുന്ന ഒരാളായിട്ടൊക്കെയാണ് ഞാൻ അയാളെ മനസ്സിലാക്കിയിട്ടുള്ളത്. അയാൾ ഒരു അസഭ്യമോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ അത് വളരെ പെട്ടെന്ന് മലയാളി തിരിച്ചറിഞ്ഞു. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പിടികിട്ടിയിട്ടില്ല. അതാണ് നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ ഈ പണം ഉണ്ടല്ലോ, ഈ പണം എന്ന് പറയുന്ന പ്രശ്നത്തിനകത്ത് ഈ മലയാളിക്ക് അങ്ങ് കണ്ണുമഞ്ഞളിക്കും. അദ്ദേഹം വലിയ വണ്ടികൾ വാങ്ങിക്കും. എന്നിട്ട് ആ വണ്ടികൾ വാങ്ങിച്ചിട്ട് അതൊക്കെ സാധാരണക്കാർക്ക് ഇങ്ങനെ ഓടിക്കാൻ കൊടുക്കും. അതൊക്കെ വലിയ സംഭവമായിട്ട് ചിത്രീകരിക്കപ്പെടും. അതിനൊക്കെ വലിയ കയ്യടി ഉണ്ടാവും. എന്നിട്ട് ബോച്ചെ എന്ന് പറഞ്ഞിട്ട് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാകുക. ഈ ഫാൻസ് അസോസിയേഷനിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഈ ഏത് വേദനത്തിലാണെങ്കിൽ പോലും ആ രീതിയിൽ. അപ്പൊ ഇത്തരത്തിലുള്ള ആളുകളെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മാധ്യമങ്ങൾക്കടക്കം വലിയ പങ്കുണ്ട്. സന്തോഷ് പണ്ഡിറ്റിന് ഇപ്പം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട്. എൻ്റെ പൊന്നങ്കിളെ, അങ്ങേരുടെ അടുത്ത് ഒരു 10 മിനിറ്റ് നേരിട്ട് സംസാരിക്കാനുള്ള ഗഡ്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഇതിപ്പോൾ ബോച്ചയായിട്ട് കമ്പയർ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? എന്നാൽ പിന്നെ നിങ്ങളെ തന്നെ അങ്ങ് കമ്പയർ ചെയ്താൽ പോരെ. കാരണം ഇതുപോലുള്ള വിവരം കെട്ട സംസാരിക്കുമ്പോൾ താനും ഈ പറയുന്ന പോച്ച ഈച്ചയൊക്കെ എല്ലാം ഒരുപോലൊക്കെ തന്നെ ആണെന്നല്ലേ തോന്നത്തുള്ളൂ. പണ്ഡിറ്റ് എൻ്റെ പിഴച്ച് പാവം പിടിച്ചവനാ. അങ്ങനെയൊക്കെ അങ്ങനെ ഒരു മൂവി ചെയ്ത സമയത്ത് അങ്ങനെ ഒരുപാട് ആൾക്കാർ ട്രോളാനുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ മൂവി മുടക്കി മുതൽ എന്തായാലും അങ്ങനെ പിടിച്ചെടുത്തായിരുന്നു. അത് വേറെ. അയാൾ പറയുന്ന ഓരോ വാക്കുകൾ അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അതുപോലെ തന്നെ അയാൾ ഒരുപാട് ചാരിറ്റിയും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങളാരെങ്കിലും ചെയ്ത് നമ്മളെ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ TV കാണുന്നത് തന്നെ. കൂടുതലായൊന്നും പറയുന്നില്ല. അദ്ദേഹം ചാരിറ്റി ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന് ഓരോ ആൾക്കാർ ബഹുമാനവും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. കാരണം അദ്ദേഹത്തിന് അതുപോലെ അറിവുണ്ട്. നിങ്ങൾക്ക് എന്തുണ്ടെന്ന് ഞാൻ ഈ ആലോചിക്കുന്നത്. വെറുതെ എന്തിനാ ഇയാളൊക്കെ പിടിച്ച് ചാനലിൽ പിടിച്ചിരുത്തുന്ന. ഇതിന് മറുപടിയായിട്ട് സന്തോഷ് പണ്ഡിറ്റ് തന്നെ വന്നിട്ടുണ്ട്. ഈ അടിച്ച് ഇഞ്ചിച്ചത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ഉണ്ടല്ലോ, അരക്കല്ല ചിക്കൻ വെച്ചിട്ടിട്ട് അടിച്ച് മസാലയൊക്കെ പുരട്ടിയിട്ട് ഫ്രൈ അടിച്ച് കിട്ടുന്നേ, അതുപോലെ ആക്കി വിട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ടൊന്ന് പോവാം. നമസ്കാരം, സന്തോഷ് പണ്ഡിറ്റാണ്. ഇന്ന് ഞാൻ ലൈവിൽ വരുന്നത് ഒരു വ്യക്തിക്ക് ഒരു ചെറിയൊരു മറുപടി കൊടുക്കാനാണ്. അതായത് റിപ്പോർട്ടർ ലൈവ് എന്ന ചാനലിലെ ഒരു ജീവനക്കാരൻ, ഒരു ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പൊ ഇങ്ങനെ കഴിഞ്ഞ ദിവസം അവരുടെ ഒരു പരിപാടിക്കിടയിൽ, റിപ്പോർട്ടർ പരിപാടിക്കിടയിൽ നമ്മുടെ പേര് പരാമർശിച്ചുകൊണ്ട് ഒരു കാര്യം പറയുണ്ടായി. അപ്പൊ അതിനൊരു മറുപടി, അതിന് എന്റെ ചില സംശയങ്ങൾ എനിക്കും തീർക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വരുന്നത്. വിഷയം ഈയിടെയായിട്ട് അവരുടെ ഈ പ്രോഗ്രാമിന്റെ ലൈക്കും ഷെയറൊക്കെ കുറയുന്നു, റേറ്റിംഗ് ലേശം കുറയുന്നു. അവരാണെങ്കിൽ വേറെ മറ്റുള്ള ചാനലുമായിട്ടൊക്കെ കോമ്പീറ്റ് ചെയ്യുന്നു. മാറ്റമല്ല, അതൊക്കെ അവരുടെ ബിസിനസ്. അപ്പോൾ ഈയിടെയായിട്ട് അവർക്ക് റേറ്റിംഗ് കുറഞ്ഞപ്പോൾ അവരൊരു തന്ത്രം ഉപയോഗിക്കുകയാണ്. അതായത് അനാവശ്യമായി അവരുടെ ചർച്ചയ്ക്കിടയിൽ എന്റെ പേര് ഉപയോഗിക്കുകയാണ്. അതായത് അങ്ങനെ ഒരു ലൈക്കും ഷെയറിനും വേണ്ടിയിട്ടാണ് ഈ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന വ്യക്തി അങ്ങനെ ചെയ്യുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു മാനസിക നില അത്ര നല്ലതല്ല എന്ന് അയാൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്തായാലും അദ്ദേഹം ഒരു ഡോക്ടറോ, ഞാനിപ്പോൾ മാനസിക നില കൂടിയിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഏതായാലും പോയിട്ടില്ല. വേറെ ആരെങ്കിലും കാര്യം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എനിവേ,
ചിലപ്പോൾ അദ്ദേഹം പറഞ്ഞത് തെറ്റാന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് മാനസിക നില അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ഒരു ഡോക്ടറെ അടുത്ത് സമീപിക്കും. ചിലപ്പോൾ ഞാൻ ഇയാളുടെ തന്തയുടെ അടുത്ത് ഞാൻ ചിലപ്പോൾ ചെന്നിട്ടുണ്ടാവാം. അപ്പോ ഇദ്ദേഹത്തിന്റെ അച്ഛൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, ഇവിടെ സന്തോഷ് പണ്ഡിറ്റൊക്കെ എന്റെ പേഷ്യന്റ് ആട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആ സത്യം മനസ്സിലാക്കുന്നു. ഇദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ അങ്ങനെ ഒരു സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ ഇത് പഠിച്ച ആളോ ആവണമെന്നില്ല. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ അച്ഛൻ. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ തന്തയുടെ അടുത്ത് ഞാൻ ചെല്ലുന്നു, ചേട്ടാ എന്റെ മാനസികാരം മോശമാണെന്ന് പറയുന്നു. ഈ അടിച്ച് എങ്ങാണ്ട് കൊടുക്കാന്ന് പറയത്തില്ലേ, അതുപോലത്തെ ഒരു മറുപടി അദ്ദേഹം കൊടുത്തത്. കാരണം വെറുതെ ഇരുന്ന് അവനെ ചൊറിയാൻ പോകേണ്ട വല്ല ആവശ്യമുണ്ടോ? മാനസികം അത് ഇത് എന്നൊക്കെ പറയാൻ എന്ത് യോഗ്യതയുള്ളത് തനിക്കൊക്കെ? 18 പണി പുള്ളി തന്നെ തരുകയും ചെയ്ത്. ഇപ്പൊ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാലാ വത്തവെന്ന് പറയാം. അയ്യോ, അയാൾ സ്വർഗം കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്താ പറയട്ടെ, സന്തോഷ് പണ്ഡിറ്റിന്റെ കാര്യം പറയാൻ വേണ്ടി അല്ലല്ലോ നിങ്ങൾ വന്നത്, ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യം പറയാൻ വേണ്ടി വന്നത്. അത് പറഞ്ഞിട്ട് പോകണം, അല്ലാതെ വെറുതെ കിടന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കരുത്. ബോബി ചെമ്മണ്ണൂരിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അണി റോസിന്റെ അടുത്ത് സംസാരിച്ചവരോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല. എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇതായിട്ടാണ് സംസാരിച്ചത്. പ്രത്യേകിച്ച് രാഹുൽ ഈശ്വർ ഇയാൾക്ക് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കൂടുതലും എതിർത്താ സംസാരിക്കുകയൊക്കെ ചെയ്തത്. എന്ന് വെച്ച് ബോച്ച് ചെയ്ത നല്ല കാര്യങ്ങൾ അതിപ്പോഴും നമ്മുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഇവിടെ ആരും എടുക്കാത്ത കുറേ കാര്യങ്ങളെല്ലാം അദ്ദേഹം ഏറ്റെടുത്ത് ചെയ്തിട്ടുമുണ്ട്. അതൊന്നും ആരും ഇപ്പോൾ സംസാരിക്കുന്നില്ല. അത് വേറെ കാര്യം. ഈ പറയുന്ന ഞാൻ ഉൾപ്പെടെ ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയേണ്ട സമയമാകുമ്പോൾ അത് പറയും. അത് വേറെ കാര്യം. ഇപ്പം എല്ലാവരും വേറെ രീതി, ഇപ്പം അദ്ദേഹത്തിൻ്റെ സ്വത്ത് ഇത് എടുക്കണം, അതെടുക്കണം, മറ്റേ എടുക്കണം, അതിനോടൊന്നും നമുക്ക് വലിയ യോജിപ്പും കാര്യങ്ങളൊന്നുമില്ല. ഇതിനേക്കാളും വലിയ മലമറയ്ക്കുന്ന സംഭവങ്ങളും നടന്നിട്ടുണ്ട് കേരളത്തിൽ. മകൻ ഈ ഉണ്ണി ബാലകൃഷ്ണനോട് പറയുന്നു, ഇത് മനസ്സിലാക്കുന്ന അദ്ദേഹം ഇപ്പോൾ പറയുന്നു സന്തോഷ് പണ്ഡിറ്റ് മാനസിക നില അത്ര ശരിയല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും ഇതിനൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം എന്നാണ് എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളത്. നിങ്ങളിൽ വല്ല തെളിവ് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തുനിന്ന് ഒരു തെളിവുമായി തരണം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ ഇനിയിപ്പോ ഇദ്ദേഹം ഉദ്ദേശിച്ചത് വേറൊരു ആംഗിളിലൂടെ എടുക്കാം. ഇദ്ദേഹം ഉദ്ദേശിച്ചത് എല്ലാവരും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഞാൻ സിനിമയിൽ വന്ന കാലത്ത് എന്നെ കുറച്ച് പേര് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നതാവാം ഇദ്ദേഹം ഉദ്ദേശിച്ചത്. എന്താണെന്നുള്ള ഇയാൾ കൃത്യമായിട്ട് പറഞ്ഞാലേ നമുക്കറിയുള്ളൂ. ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയുന്ന അങ്ങനെ ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരാളില്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയില്ല. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നേതാവുണ്ടോ? അങ്ങനെ ഒരാളില്ല. ഇപ്പൊ പറയുന്ന ഉണ്ണി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവിതത്തിലൂടെ ഈ കാര്യം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു മനസ്സിലാക്കി തരാം. സപ്പോസ് ഇപ്പൊ ലോകത്തിലെ മുഴുവൻ ആളുകൾക്ക് ഇങ്ങനെ ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അറിയുന്നില്ല. ഇവരെല്ലാവരും ഇദ്ദേഹത്തിന്റെ ആരാധകരല്ല. പോട്ടെ, ഇന്ത്യയിലെ മുഴുവൻ ആളുകൾ ഇദ്ദേഹത്തിന്റെ ആരാധകരല്ല, കേരളത്തിലെ മുഴുവൻ ആളുകൾ ഇദ്ദേഹത്തിന്റെ ആരാധകരല്ല, ഒക്കെ പോട്ടെ. ഇദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിലെ ഒരു ജീവനക്കാരനെ അവിടെ വർക്ക് ചെയ്യുന്നു. അവിടുത്തെ മുഴുവൻ ജീവനക്കാർ ഇയാളുടെ ആരാധകരാണോ? അവിടുത്തെ മുഴുവൻ ജീവനക്കാർ ഇയാളോട് ഭയങ്കര സ്നേഹമുള്ളവരാണോ? ടേക്ക് ആൻ എക്സാമ്പിൾ. അദ്ദേഹത്തിന് ഞാനൊരു മനഃശാസ്ത്രം പഠിപ്പിച്ചു കൊടുക്കാം. അദ്ദേഹം മരിച്ചുപോയി എന്ന് സങ്കല്പിക്കുക. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക? കുറെ ആളുകൾ എന്തായാലും കണക്കിന് തന്നെ കൊടുത്തിട്ടുണ്ട്. കുറച്ച് പോയിന്റ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം നല്ല രീതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. കാരണം എല്ലാവർക്കും ഒന്നും നമ്മളെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. ഇഷ്ടപ്പെടണ്ട, പെടുന്നവർ പെടട്ടെ, അതല്ലേ നല്ലത്. എന്തായാലും എൻ്റെ പൊന്നു ഉണ്ണിയങ്കളെ, ഇതുപോലുള്ള സ്ഥലത്തൊക്കെ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ കുറച്ചും കൂടെ എന്തെങ്കിലും ആലോചിച്ചും കണ്ടുമൊക്കെ വന്നൊക്കെ സംസാരിക്കാൻ നോക്കുക. അല്ലെങ്കിൽ ഇതുപോലല്ല, ഇതിൻ്റെ അപ്പുറം പണിയും കാര്യങ്ങളും കിട്ടുമൊക്കെ. അതുപോലെ തന്നെ ബോച്ചയുടെ കാര്യമാണെങ്കിൽ പോലും എൻ്റെ പൊന്നു, ഇതിൻ്റെയൊക്കെ വലിയ സംഭവങ്ങളൊക്കെ നടങ്ങിയ സമയത്തൊന്നും ഒരു ഈച്ച പോലും അനങ്ങിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത് പോയപ്പോഴല്ലേ എല്ലാവർക്കും ഒരു ഇത് വരുമൊക്കെ ചെയ്തത്. പിന്നെ നമുക്ക് എന്തായാലും അണിറോസിനെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. ബോച്ചയുടെ വിഷയത്തിൽ അണിറോസിനെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ, അല്ലാതെ വേറൊരു മാർഗ്ഗവുമില്ല സത്യത്തിൽ. കാരണം അദ്ദേഹത്തിൻ്റെ സംസാരവും രീതികളും വെച്ച് നോക്കുമ്പോൾ അത് റോങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പം അതിൻ്റെ ഇടയ്ക്ക് അവരത് കാണിച്ചുകൊണ്ടല്ലേ, അവരിത് കാണിച്ചുകൊണ്ടല്ലേ ഇവനിങ്ങനെ പറഞ്ഞതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതങ്ങനെയാണ് സത്യത്തിൽ. ഓക്കെ, എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ, ബൈ.